നമസ്കാരം. അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി എന്നറിയാം. ഇന്ന് നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ 5 വയസ്സ്, അതായത് 4.5 വയസ്സ് മുതൽ ഏകദേശം 6-7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ പെറ്റിക്കോട്ടിൻ്റെ ഇതാണ് കേട്ടോ കാണിക്കുന്നത്. ഇന്നറായിട്ട് യൂസ് ചെയ്യുന്ന. അപ്പോൾ നിങ്ങൾക്ക് അളവെടുത്ത് തയ്ക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഫ്രോക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത്, അതായത് ഫ്രോക്കിൻ്റെ ഒരു സൈഡിലെ വേസ്റ്റ് ലെങ്ത്ത് എടുക്കുക. അത് എനിക്കിപ്പോൾ 11.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതിൻ്റെ നേരെ ഡബിളായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഉണ്ടാവേണ്ടത്. നമ്മൾ മുറിക്കുന്ന തുണി രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ നേരെ വേസ്റ്റ് ലെങ്ത്ത് 11.5 കിട്ടി, അതായത് 11.5 ഇഞ്ചുള്ളത് 23 ഇഞ്ചായിട്ട് എടുക്കുക. അപ്പോൾ ഈ തുണി നിവർത്ത് കഴിഞ്ഞാൽ നമുക്ക് 46 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെ ഫ്രോക്കിൻ്റെ വേസ്റ്റ് എത്രയാണോ അത്രയും നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 46 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചുരുക്കിട്ട് എടുക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അതിൽ തയ്യൽ തുമ്പൊക്കെ കൂടും. ഇനി ഇതിൻ്റെ ഹൈറ്റും കൂടെ നമ്മൾ നോക്കാം. അപ്പോൾ ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, എത്രയാണോ ആ ഫ്രോക്കിൻ്റെ നിങ്ങൾക്ക് വേണ്ടത്, ആ പെറ്റിക്കോട്ടിന് ഹൈറ്റ് വേണ്ടത് നിങ്ങൾ ഓരോരുത്തർ പുറത്തിടുന്ന സ്കേർട്ടിൻ്റെ അളവിനനുസരിച്ച് കുറച്ചെടുക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ ഫ്രോക്കിൻ്റെ അളവാണ് കറക്റ്റ്, എനിക്ക് മുട്ട് വരെയുള്ള സൈസാണ് എടുക്കുന്നുണ്ട്. മുട്ടിന് കുറച്ച് മേലെയുള്ള സൈസാണ് കേട്ടോ. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ എടുക്കുക. നിങ്ങളെ ഫ്രോക്കിന് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടെ സീം അലവൻസും കൂടെ കൂട്ടിയെടുക്കുക. കാരണം നമുക്ക് മേൽഭാഗവും താഴ്ഭാഗവും മടക്കി അടിക്കേണ്ടതൊക്കെ കൂടിയിട്ടുള്ള സീം അലവൻസാണ്. അപ്പോൾ അങ്ങനെ എടുത്തിട്ട് നമ്മളിത് മുറിച്ചെടുക്കുക. വളരെ സിമ്പിളാണ് പെറ്റിക്കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുറിച്ചെടുത്തിട്ട് കണ്ട 23 ഇഞ്ച് ഇതും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നേരെ താഴ്ഭാഗത്തേക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എടുക്കണേ. ഇനി ഇവർത്ത് കഴിഞ്ഞാൽ 46 ഇഞ്ച് കിട്ടും കേട്ടോ. ഇനി നമ്മൾ അതിൻ്റെ ബോഡി പാർട്സ് കട്ട് ചെയ്യണം. ബോഡി പാർട്സ് കട്ട് ചെയ്യണം, ഒരു പ്രശ്നമില്ല. നിങ്ങളെടുത്ത അതേ ഏത് ഫ്രോക്ക് ആയിക്കോട്ടെ, ഇനി അതേ ഫ്രോക്ക് വേണമെന്നില്ല, നിങ്ങൾക്ക് അളവിനൊത്ത ഒരു ഫ്രോക്കിൻ്റെ മേൽഭാഗം എടുത്തിട്ട് അത് സ്ലീവ്ലെസ് ആയാലും സ്ലീവ് ഉള്ളതായാലും ഒരു കുഴപ്പമില്ല. എന്നിട്ടത് കറക്റ്റ് വെച്ച് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ പെറ്റിക്കോട്ടിൻ്റെ മേൽഭാഗത്ത് ഷോൾഡർ ഒരിക്കലും നമ്മൾ കൂട്ടിയടിക്കുന്നില്ല. അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കണം, തുണി രണ്ടായിട്ട് മടക്കിയ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമായിരിക്കണം നമ്മൾ മേൽഭാഗം വേണ്ടത്. എന്നിട്ട് നമ്മൾ ട്രേസ് എടുക്കുമ്പോൾ ആ ഒരു നിങ്ങളുടെ അളവ് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. പിൻഭാഗത്തെ കഴുത്ത് നമ്മൾ നോക്കണ്ട, നമുക്ക് പെറ്റിക്കോട്ടിന് നന്നായിട്ട് കഴുത്ത് ഇറങ്ങിയിട്ടാണ്, ഒരുപാടല്ല എന്നാലും മുൻഭാഗം പിൻഭാഗം ഇറങ്ങിയിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ട്രേസ് എടുക്കുമ്പോൾ ഞാൻ കാണിക്കുന്നത് പോലെ വരച്ചെടുക്കുക. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട പണി ഇത് മാത്രമേ ഉള്ളൂ, വരച്ചെടുക്കുക. എന്നിട്ടാണ് നമ്മൾ തയ്ക്കേണ്ട രീതിയിൽ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരച്ചെടുക്കുക. ഇനി കഴുത്ത് നിങ്ങൾക്ക് എത്രയാണോ അവിടെ കിട്ടുന്നത് അത് നിങ്ങൾ ബാക്ക് വശത്ത് അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മളിത് ഈ അളവ് വെച്ചത് എടുത്തതിന് ശേഷം ഇനി നമുക്കിത് കറക്റ്റ് നമ്മുടെ ബോഡി അതിൻ്റെ സൈസിലിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അളവ് വേണ്ടേ. അപ്പോൾ അതിന് നമ്മൾ 1/2 ഇഞ്ചോളം എല്ലാ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് ഇറക്കിയിട്ട് നമ്മൾ വരച്ചു കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്രോക്കിനേക്കാളൊക്കെ കുറച്ചും കൂടെ സ്ലീവിൻ്റെ കൈക്കുഴി കുറച്ചും കൂടെ കുഴിച്ച് നമ്മൾ എടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പെറ്റിക്കോട്ടിന് കുറച്ച് കൈക്കുഴി കുഴിഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എടുത്താൽ മതി. ഒരു 1/2 ഇഞ്ചൊക്കെ കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സൈഡ് മൊത്തം 1/2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. ഇതിപ്പോൾ 2.2 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് നമ്മുടെ ഈ ആദ്യം വരഞ്ഞ വരയിൽ നിന്ന് ഉള്ളിലുള്ള വരയിൽ നിന്ന് 2.2 അടയാളപ്പെടുത്തുക. അപ്പം നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ 2.2 ഷോൾഡർ കിട്ടണം. അപ്പോൾ 2 വശത്തുനിന്നും നമ്മളങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ കഴുത്ത് മടക്കി അടിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച് അതിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. എന്നിട്ട് നമ്മൾ വരയുക. അപ്പോൾ താഴ്ഭാഗത്ത് നിങ്ങളൊന്നും ചെയ്യേണ്ട, ആ മാർക്ക് ചെയ്ത് അതിലൂടെ തന്നെ വരഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ചും കുറച്ച് ഞാൻ വിട്ടിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ അതുപോലെ വരയാം. നിങ്ങൾക്ക് കറക്റ്റ് 1/2 ഇഞ്ച് വേണേൽ വരയാം, പക്ഷേങ്കിൽ കുറച്ച് കൂടുതലാവും. അതുകൊണ്ട് ഒരു 1/4 ഇഞ്ചും കുറച്ച് എടുത്തിട്ട് വരഞ്ഞാൽ മതി. ഇതുപോലെ ഒരു യു ആക്കിയിട്ട് ഞാനിപ്പം പിറകു വശവും മുൻവശവും ഒരുപോലെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. നിങ്ങൾക്ക്
പിൻഭാഗം വേണമെങ്കിൽ കുറച്ചുകൂടെ താത്തി എടുക്കാം, പക്ഷേ എനിക്ക് ഇതാണ് സൗകര്യം. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ മുറിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ആദ്യം ബോഡി പാർട്സ് വരയ്ക്കുക, അതിനുശേഷം അതിൻ്റെ 1/2 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ ലൈനും കൂടെ വരച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കൈക്കുഴിയും കഴുത്തും മടക്കി അടിച്ചാൽ മതി. അത് മടക്കി അടിക്കാൻ ഞാൻ ഈ കാണിക്കുന്നത് പോലെ മടക്കി അടിച്ചാൽ മതി. ഉരുട്ടി അടിക്കുന്നതിന് കുറച്ചും കൂടി സുഖം ഉണ്ടാകും. നമ്മളിതുപോലെ ഈ ഒരു മടക്കം മടക്കുക, എന്നിട്ട് പരത്തിയിട്ട് തന്നെ അത് ഒരു ചെറിയ മടക്കം കൂടി മടക്കുക. ഇതേപോലെ തന്നെ നമ്മൾ കൈക്കുഴിയും കഴുത്തുവട്ടവും അടിച്ചെടുക്കുന്നത് കേട്ടോ, തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ താഴ്ഭാഗം ഇതുപോലെ ഒരുപാട് പാവാടക്കൊന്നും സ്കേർട്ടിനൊന്നും ഇടുമ്പോൾ ഒരുപാട് ചുരുക്കം പ്രില്ലിട്ട് കൊടുക്കേണ്ട. നമ്മൾ ചെറുതായിട്ട് ഇതുപോലെ നമുക്ക് കാല് കുടുങ്ങാതിരിക്കാൻ കുറച്ച് ലൂസിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ചെറിയ ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ചെറിയ ഇതിട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റ് അളവായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ സ്കേർട്ടിനൊക്കെ ഇടുമ്പോൾ ഒരുപാട് അടുപ്പിച്ച് ചുരുക്കിട്ടാൽ നമുക്ക് കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അടിയിലിടുന്ന സംഭവമല്ലേ, മേൽഭാഗത്ത് സ്കേർട്ടൊക്കെ കൂടി ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കുട്ടികൾക്ക് തടിപ്പായിട്ട്. അതുകൊണ്ട് ഇതുപോലെ നൈസായിട്ടുള്ള ചുരുക്കിയിട്ടാൽ മതി. എങ്കിലേ നിങ്ങൾക്ക് കറക്റ്റ് അളവിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് തുണി പിന്നെയും നമ്മൾ മുറിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് 46 ഇഞ്ച് എടുത്തത് 23 ചില്ലറയായിട്ട് നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിൽ നമ്മൾ ചുരുക്കിടുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. മേൽഭാഗം ആദ്യം നമ്മൾ കോട്ടൺ തുണിയായതുകൊണ്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് പൊളഞ്ഞിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നന്നായിട്ട് നഖം വെച്ചിട്ട് നേരെയാക്കി കൊടുക്കുക. നമ്മൾ പുറത്തൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നന്നായിട്ട് കൈകൊണ്ട് നേരെയാക്കി നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പുറത്തെ ഭാഗവും കൂടെ തയ്ച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഇത് വെച്ചൊന്ന് അളന്ന് നോക്കുക, കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്നോ രണ്ടോ ചുരുക്കങ്ങ് കൈ കൊണ്ട് വലിച്ച് പൊട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. പക്ഷേ ഇത് അതിനൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞ പോലെ ചുരുക്കിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് കിട്ടും. അപ്പോൾ വെച്ച് നോക്കിയാൽ ഒരു ഇച്ചിരി കൂടുതലേ ഉള്ളൂ, അല്ലാതെ കുറവില്ല. അത് നമുക്ക് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഇതേപോലെ രണ്ടിനും നല്ല വശം, ചുരുക്കിട്ടതിന് നല്ല വശമൊന്നുമില്ല എങ്കിലും രണ്ടിനും നല്ല വശം വരുന്ന രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും പെറ്റിക്കോട്ടിന് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കട്ടിയില്ലാത്ത എന്നാൽ ഒരുപാട് നേരിയതല്ലാത്ത മിഡിലുള്ള ഒരു തുണി വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കട്ടിയാൽ നമുക്ക് ഉഷ്ണകാലമൊക്കെ വരുമ്പോൾ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരുപാട് നേരിയതാകുമ്പോൾ പെട്ടെന്ന് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയിലുള്ള തുണി വേണം കോട്ടൻ്റെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ പെറ്റിക്കോട്ടിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ അവർ മുറിച്ച് തരും കേട്ടോ. ഇനി 2 ഭാഗവും അതായത് മേൽഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടതെന്ന് വെച്ചാൽ താഴ്ഭാഗമാണ്. അപ്പോൾ എനിക്കിവിടെ താഴ്ഭാഗം ഈ കരഭാഗം എന്ന് നമ്മൾ നെയ്ത്ത് ഭാഗം എന്ന് പറയും. നെയ്ത്ത് ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ മടക്കി അടിച്ചാൽ മതി. അല്ലാത്ത പക്ഷം ഞാനിപ്പോൾ മടക്കി അടിക്കുന്നില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് കരഭാഗം അല്ലെങ്കിൽ കൂടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മൾ കൈയിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിൻ്റെ ഒക്കെ മടക്കിയിട്ടില്ലേ, അതിനേക്കാൾ ഒരു അല്പം വീതി കൂട്ടിയിട്ട് ഇതേപോലെ 2 മടക്കി അടിച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് വീതി കിട്ടും. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുത്ത് പെട്ടെന്ന് തയ്ക്കാം. പിന്നെ 5 മിനിറ്റ് 10 മിനിറ്റുള്ള പണി കഴിയുന്നൊരു സംഭവമാണ് ഈ പെറ്റിക്കോട്ട് എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ചെറിയൊരു വരുമാനം കൂടെ ആക്കി എടുക്കാൻ പറ്റുന്ന സംഭവം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളെ കുഞ്ഞുമക്കൾ ഓർമ്മ വരുന്നില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.